ആരും പഠിച്ചില്ല ഞാൻ പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സമവാക്യം പഠിച്ചു. ടീച്ചർ എന്ന ബോർഡിൽ എഴുതാം. അപ്പൊ എല്ലാവർക്കും അത് ഓർമ്മ വരും. എന്താണ് ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച സമവാക്യം എന്ന് പറയുന്നത് x y u v എന്ന ആദ്യ സംഖ്യകളും u v നെക്കാളും വലുതാണെങ്കിൽ നമ്മൾ ഒരു സമവാക്യം എഴുതാനായിട്ട് പഠിച്ചു. സമവാക്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് x plus y into u minus v equal xu minus xv plus yu minus y. ഇതായിരുന്നു സമവാക്യം. എന്തായിരുന്നു സമവാക്യം? x plus y into u minus v equal xu minus xv plus yu minus y. അപ്പോ നമ്മൾ ഈ സമവാക്യമൊക്കെ പഠിച്ചു. ഞാൻ വിചാരിച്ചു ഞാൻ ഈ സമവാക്യത്തില് ഭയങ്കര സംഭവമാണ്, ഇതിൽ എന്ത് ചോദിച്ചാലും ഞാൻ എഴുതുമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റി. എന്റെ ഒരു കൂട്ടുകാരി എനിക്ക് ഇതിലൊരു ചോദ്യം തന്നു. ചോദ്യം തന്നിട്ട് എന്നോട് എന്ത് ചെയ്തു? പരിഹരിക്കാനായിട്ട് പറഞ്ഞു. പക്ഷെ എന്നെ കൊണ്ട് അത് സാധിക്കുന്നില്ല പരിഹരിക്കാനായിട്ട്. നിങ്ങൾ എന്നെ സഹായിക്കുമോ അത് പരിഹരിക്കാനായിട്ട്? അപ്പൊ നമുക്കൊന്ന് നോക്കാം ആ ചോദ്യം എന്താണെന്ന് അറിയണ്ടേ. അപ്പൊ ആ ചോദ്യം എന്താ പറയുന്നത്, രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 713 അവയുടെ വ്യത്യാസം 8 എങ്കിൽ അവയിൽ വലിയ സംഖ്യയോട് ഒന്ന് കൂട്ടുകയും ചെറിയ സംഖ്യയോട് ഒന്ന് കുറയ്ക്കുകയും ചെയ്ത് അവ തമ്മിലുള്ള ഗുണനഫലം കണ്ടെത്തണം. അപ്പൊ ചോദ്യം എല്ലാരും കണ്ടോ? ചോദ്യത്തിൽ എന്താ പറയുന്നത്? രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 713 അവയിൽ തമ്മിലുള്ള വ്യത്യാസം 8 ഏത് സംഖ്യകളാണ് തന്നിട്ടുണ്ടോ? ഇല്ല. നമ്മൾ അറിഞ്ഞുകൂടാത്ത സംഖ്യകളെ നമ്മൾ എന്തിട്ട് കൊടുക്കും? ചരങ്ങളിട്ട് കൊടുക്കും. ഞാനിപ്പോ കൊടുക്കാൻ പോകുന്ന ചരം എന്ന് പറയുന്നത് x ഉം y ഉം ആണ്. അവർ തമ്മിലുള്ള ഗുണനഫലം എത്രയും തന്നിട്ടുണ്ട്? 713 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? x into y അത് നമുക്ക് എങ്ങനെ എഴുതാം? xy equal 713. അവ തമ്മിലുള്ള വ്യത്യാസം എത്രയും തന്നിട്ടുണ്ട്? 8 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ x minus y equal 8. അപ്പൊ 8 തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞ? അവയിൽ വലിയ സംഖ്യയോട് ഒന്ന് കൂട്ടുകയും ചെറിയ സംഖ്യയോട് ഒന്ന് കുറയ്ക്കുകയും ചെയ്താൽ, പക്ഷേ ഇതിൽ ഏതാണ് വലിയ സംഖ്യ ഏതാണ് ചെറിയ സംഖ്യ എന്ന് തന്നിട്ടില്ല. നമുക്ക് ആദ്യം അറിയാവുന്ന കാര്യം എന്താ? ഇത് മാത്രമാണ് നമുക്ക് അറിയാവുന്നത്. ഇനി നമുക്ക് എന്തറിയാം? x ന്റെ കൂടെ y ഗുണിച്ചാൽ 713, x ന്റെ കൂടെ y കുറച്ചാൽ 8 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് വലിയ സംഖ്യയോട് ചെറിയ സംഖ്യ കുറയ്ക്കുമ്പോൾ നമുക്ക് അതിസംഖ്യയായിരിക്കും ലഭിക്കുന്നത്. ഇവിടെ 8 അതിസംഖ്യയല്ലേ? അപ്പൊ നമുക്ക് x വലിയ സംഖ്യയായിരിക്കും. ആരെക്കാളും? y-യെക്കാളും. അപ്പൊ x y-യെക്കാളും വലുതാണ്. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ വലിയ സംഖ്യയോട് ഒന്ന് കൂട്ടണം. അപ്പൊ x plus 1. ചെറിയ സംഖ്യയോട് എന്ത് ചെയ്യണം? ഒന്ന് കുറയ്ക്കണം. എന്നിട്ട് അവർ തമ്മിൽ ഗുണിക്കണം. ഈ ഞാൻ എഴുതിയത് ഒരു സമവാക്യം പോലെയല്ലേ ഇരിക്കുന്നത്? ഈ സമവാക്യം ഇതുമായിട്ട് എന്തുണ്ട്? സാമ്യമുണ്ട് ഇല്ലേ? അതിലാർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഈ സമവാക്യത്തിനെ നമുക്ക് ഇങ്ങനെ എഴുതാമെങ്കിൽ നമ്മൾ ഇപ്പൊ എഴുതിയ ഈ സമവാക്യത്തിനെ ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും? എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ ടീച്ചർ അങ്ങനെ എഴുതട്ടെ? സംശയമില്ലല്ലോ ആർക്കും? അപ്പൊ ഞാൻ എഴുതാണ്
y മൈനസ് ഇൻറ്റു 8 മൈനസ് 8. അപ്പൊ നമുക്ക് ഇതുപോലെ ഇവിടെ കിട്ടിയില്ലേ മൈനസ് എക്സ് പ്ലസ് വൈക്ക് തുല്യമായിട്ട് എന്ത് കിട്ടി മൈനസ് 8 കിട്ടി. അപ്പൊ ഞാൻ എന്ത് എഴുതി മൈനസ് 8 മൈനസ്. ഇനി എളുപ്പമല്ലേ, ഇത് കുറയ്ക്കാൻ അറിയത്തില്ലേ? 713 മൈനസ് 8 മൈനസ് 1 എത്ര കിട്ടും നമുക്ക് 704 കിട്ടും. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇത് കുറച്ച് ചോദ്യമൊക്കെ കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എന്റെ കൂട്ടുകാരി എന്ന ചോദ്യം നമ്മൾ ഒരുമിച്ച് വിചാരിച്ചപ്പോ എന്ത് ചെയ്തു? അതിന് ഉത്തരം കിട്ടി. എല്ലാവർക്കും മനസ്സിലായി.